ഹലോ ഫ്രണ്ട്സ്, തനിയാണെങ്കിൽ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ സെയിൽ പോസ്റ്റ് മുന്നേ തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. ഞാൻ 3 രീതിയിലാണ് കോഴി സെയിൽ ചെയ്യുന്നത്. ഒന്ന് എൻ്റെ സ്വന്തം കോഴികൾ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തുനിന്ന് ആൾക്കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങൾ അവർ ബ്രീഡ് ചെയ്യിച്ചിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വലുതായിട്ട് ഒരു ബൈബാക്ക് ചെയ്ത് ഞാൻ വാങ്ങിയിട്ട് ഞാൻ വീണ്ടും സെയിൽ ചെയ്യും. അങ്ങനെയാണ് രണ്ടാമത്തെ കച്ചവടം. മൂന്നാമത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരോട് വാങ്ങിയിട്ട് ഞാൻ അത് എന്താ പറയുക, മറച്ചടിക്കുക എന്ന് പറയും സാധാരണ നാടൻ ഭാഷയിൽ. അതായത് ഞാൻ വാങ്ങിയിട്ട് വീണ്ടും മറ്റൊരാൾക്ക് കൊടുക്കുക, അങ്ങനെ ചെയ്യും. അങ്ങനെ 3 രീതിയിലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് എന്താ പറയുക, ഈ പുറത്തുനിന്ന് ആൾക്കാർ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഞാൻ എടുക്കലുണ്ട്. നല്ല നാടൻ കോഴിയാണ്, പാരൻറ്റ് സ്റ്റോക്കിനൊക്കെ മറ്റേതോ കാണിച്ചു തന്നിട്ട് നമ്മളെ അതിലേക്ക് തന്ന് വിടാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് കച്ചവടം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ അടുത്ത് എല്ലാം കൊണ്ടും സെയിലാവുന്നുള്ള ധാരണ തരുന്നത്. അപ്പോൾ നമ്മളവരോട് വിശ്വസിച്ചെടുത്തിട്ട് നമ്മളത് ഒരു പാർട്ടിക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ടോ, ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ്. ഇപ്പം ഞാൻ അതുകൂടെ ആ പരിപാടി നിർത്തി. മൂന്നാമത് പറഞ്ഞ കാര്യമില്ല, അത് ഞാൻ ഏതായാലും നിർത്താൻ പോവാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിയിട്ട്, അതായത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ടുള്ള അവരെ കുഞ്ഞുങ്ങളെ വലുതാക്കിയിട്ട് എനിക്ക് തിരിച്ചു തരാണെങ്കിൽ ഞാൻ എടുക്കും. ആ പരിപാടി ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട്. ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. അപ്പം ഇതിപ്പം മെയിൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനടുത്ത് അയൽവക്കത്തുള്ള ആൾ നമ്മളൊരു കുറച്ച് കോഴിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബ്രീഡ് ചെയ്ത് കുറച്ച് കുഞ്ഞുങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല കുഞ്ഞുങ്ങളാണെന്ന് തോന്നിയിട്ട് കണ്ട്. അപ്പം ഞാൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഒരു കാര്യം, അതായത് മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ, ഇതൊരു ബാച്ചിൽ 7 കുഞ്ഞുങ്ങളല്ലേ, ആ ബാച്ചായിട്ട് അവർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എത്ര പൂവുണ്ട് എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അതാ പറഞ്ഞാൽ ഈ നല്ല കറക്റ്റ് നാടനാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ പൂവില്ലാത്ത വലുതാകുമ്പോൾ പൂ വലുതായി വരുന്നുണ്ട്. അത് നമ്മൾ തരുന്ന സമയത്ത് കറക്റ്റ് പെടയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ വലുതായതിനു ശേഷം ഈ പൂ പൊന്തി വളർന്നിട്ട് പൂവാനായിപ്പോയി. അപ്പോൾ എത്ര എണ്ണം പൂവാനായിപ്പോയി, അല്ലെങ്കിൽ എത്ര എണ്ണം പെടയായിപ്പോയി, പെട കുറഞ്ഞു പോയി, പൂവൻ കൂടിപ്പോയി, അല്ലെങ്കിൽ പൂവൻ കുറഞ്ഞു പോയി, പെട കുറഞ്ഞു പോയി, അങ്ങനെ പല പ്രശ്നങ്ങളും വേണ്ട. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ തരുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ, പെട എത്ര എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര എണ്ണം കൊടുക്കും. അത് കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. കണ്ട ഒരു ഏകദേശം, അതായത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ നോക്കിയിട്ടൊന്നും പഠിക്കാനില്ലല്ലോ. പിന്നെ വെച്ചാൽ ബാക്ക് ഭാഗം നോക്കി ഞാൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോഴികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ റെഡിയാകുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ആട്ടും കൊണ്ടും കറപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്ലിയർ ചെയ്യാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. കറക്റ്റ് നമുക്ക് നോക്കി എടുക്കാൻ പറ്റും. എല്ലാ ഫാമുകളും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചിറക് നോക്കി അത്ര സക്സസ്ഫുൾ അല്ല. അപ്പോൾ ബാക്ക് നോക്കിയിട്ടുള്ളതാണ് കറക്റ്റ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ഈ സെയിലിനുള്ള വീഡിയോയിൽ ഈ കുഞ്ഞുങ്ങളെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തള്ളക്കോഴിനെ കൊടുക്കാമെന്ന് പറയുന്നത് അതിന് വാങ്ങാത്തതുകൊണ്ട് അവിടെ വെച്ച് അതിന് ബ്രീഡ് ചെയ്യിച്ചിട്ട് അങ്ങനെ ഉണ്ടായതാണ് കുഞ്ഞുങ്ങൾ. 7 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം കണ്ടിട്ട് വരുന്നത് കുഴപ്പമൊന്നുമില്ല. എത്ര പൂവനുണ്ട് പെടനൊന്നും നോക്കിയില്ല. എത്ര ഉണ്ടെങ്കിൽ തന്നെ ആ ബാച്ചായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ, ചെറിയ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ട് ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കറക്റ്റായിട്ടാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ഇനി കൊണ്ടുപോയതിന് ശേഷം എന്ത് ചോദിച്ചാൽ അത് നിങ്ങൾ സഹിക്കണം, അല്ലാതെ ഇപ്പോൾ വേറൊന്നും പറയില്ല. വെച്ചാൽ ഇങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് വെച്ചാൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഞാനിപ്പോൾ എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഓരോരുത്തർ കാണുമ്പോൾ ഓരോരുത്തരായിരിക്കും കാണാം. ഈ ദൃശ്യം സിനിമയെ പറഞ്ഞ മാതിരി എന്നെ കൂടാതെ മറ്റൊരാളും കൂടെ അറിയുമെന്ന് പറയുമല്ലോ. അപ്പോൾ കാണുന്ന പ്രേക്ഷകർ എല്ലാവരും ഓരോരുത്തർ അറിയും. അത് പറഞ്ഞ മാതിരിയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് ചിലപ്പോൾ 100 ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ ഒരാളെ അങ്ങോട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തർ കേൾക്കുമ്പോൾ അപ്പുറത്തുള്ളവർ പറഞ്ഞത് ഇപ്പുറത്തുള്ളവർ പറഞ്ഞതൊന്നും ആരും കേൾക്കുന്നില്ല. എല്ലാം ഞാൻ തന്നെ കേൾക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. ഇൻട്രോ കുറച്ച് കൂടിപ്പോയി. ഞാൻ കൊടുത്ത സെയിലിനിടാനുള്ള കുഞ്ഞുങ്ങളെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കാണാം. അപ്പോൾ ആവശ്യമുള്ളവർ പറയാം, പാകത്തിലുള്ള റേറ്റിൽ നമ്മൾ കൊടുക്കും. എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളാട്ടോ കൊടുക്കാനുള്ളത്. കണ്ടില്ലേ, ഫുള്ള് ലൈനേജ് കുഞ്ഞുങ്ങളാട്ടോ. നല്ല അടിപൊളി ലൈനേജ് പെട്ട കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ അവർ 34 ദിവസത്തോളം വളർച്ചയായിട്ടുണ്ട്. ഒരു ബാച്ചായിട്ടാണ് നമ്മൾ കൊടുക്കുക. കണ്ടില്ലേ, അതാ പുറത്ത് ചാടുന്നു. അപ്പോൾ അതാ കണ്ടില്ലേ, ഇത് ബാച്ചാണ്. പൂവനും പെടയും മിക്സാണ് കേട്ടോ. എത്ര എണ്ണമുള്ള നോക്കിയിട്ടില്ല. നമ്മൾ ബാച്ചായിട്ടാണ് കൊടുക്കുക. കണ്ടില്ലേ, ഇതൊരു പെടക്കുട്ടിയാണ്, ഇതൊരു പൂവൻകുട്ടിയാണ്. അതാ പെടക്കുട്ടി വേറെയുണ്ട്, പൂവനുണ്ട്. ഇതാ എല്ലാം കൂടെ മിക്സാട്ടോ. ഒരാളിതാ നിലത്ത് ചാടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടൊരു പെടക്കുട്ടിയാന്ന് തോന്നുന്നത്. കണ്ടില്ലേ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളാം. നമ്മൾ പാക റേറ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഒക്കെ നല്ല അടിപൊളി ലൈനേജാണ്. പാരൻസിനെ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ പാരൻസ് കോഴി ഇതാട്ടോ. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഇതാട്ടോ നമ്മളെ പാരൻസ് കോഴി. ഇത് നമ്മൾ സെയിലിനിട്ടതായിരുന്നു. അന്ന് ആരും വാങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, മുട്ടയിട്ട് അടവെച്ചപ്പം അങ്ങനെ അത് വിരിയിച്ച് ഇതാ. അപ്പോൾ അവളുടെ കുഞ്ഞുങ്ങളാണിത് കാണുന്നത്.
അപ്പോൾ നമ്മളൊരു പാരൻസിലേക്ക് നമ്മൾ തള്ളക്കോഴിനെ കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളിവിടെ തന്നെ നിർത്താനുള്ള പരിപാടിയാണ്. ഇനി ഞാൻ പൂവൻകോഴീനെ കൂടെ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം ഏതാണെന്നുള്ളത് കേട്ടോ. പൂവൻ നമ്മളുടെ സാധാ ടൈപ്പ് പൂവനാണ്. കുഞ്ഞുങ്ങളിതാ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, എല്ലാവരും നല്ല ആക്റ്റീവ് കുഞ്ഞുങ്ങളാട്ടോ. 10-34 ദിവസം വളർച്ചയായിട്ടുണ്ട്. ഇതിനൊക്കെ വെറൈറ്റി പുള്ളി പോലത്തെ കളർ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഓൾ കേരള ഡെലിവറി ഉണ്ട്, എവിടെ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ.